നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 10th പ്രിലിംസ് പരീക്ഷയിൽ വരുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ്, ഏത് സിലബസിൽ പഠിച്ചാൽ നിങ്ങൾക്ക് ഈ പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ പറ്റും തുടങ്ങിയ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. 2026 10th പ്രിലിംസിൽ ഏതൊക്കെ പരീക്ഷകളാണ് ഉൾക്കൊള്ളുന്നതെന്ന് ആദ്യം അറിഞ്ഞിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയാണ് കമ്പനി ബോർഡ് LGS. ഒരുപാട് പേര് കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് LGS. ബെവ്കോ LDC, സ്റ്റോർമാൻ, ഇത്രയും പരീക്ഷകളാണ് പ്രധാനമായിട്ടും 2026 10th പ്രിലിംസിൽ വരുന്നത്. 10ാം ക്ലാസ് നിലവാരത്തിൽ ഒറ്റ പരീക്ഷ നടത്തി ഇതിൽ നിന്നും യോഗ്യത നേടുന്നവർക്കായിരിക്കും മെയിൻസ് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഇതിനോടകം തന്നെ പ്രിപ്പറേഷൻസ് ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ ചാനലിലും ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് സിലബസ് ബേസ്ഡ് നൽകി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാം ഡേറ്റ് എന്നാണ് നമ്മൾ അടുത്ത് നോക്കേണ്ടത്. പ്രിലിംസ് പരീക്ഷ വരുന്നത് 2026 ജൂലൈ മാസത്തിനും സെപ്റ്റംബർ മാസത്തിനും ഇടയ്ക്കെന്നാണ് PSCയുടെ വാർഷിക കലണ്ടർ പ്രകാരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും നടക്കുന്നത്. നമുക്കറിയാലോ, പ്രിലിംസ് പരീക്ഷ ഒറ്റ ഘട്ടമായിട്ട് നടത്തത്തില്ല. കാരണം അത്രത്തോളം ഉദ്യോഗാർത്ഥികളായിരിക്കും ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയ്ക്ക് പല ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത്. ഏത് ഘട്ടത്തിലാണ് പരീക്ഷ എന്നൊന്നും ഇപ്പോഴേ അറിയാനായിട്ട് കഴിയത്തില്ല. അതൊക്കെ എക്സാമിൻ്റെ സമയമാകുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ഇനി ജൂലൈയിലാണ് ആദ്യഘട്ടം പരീക്ഷയെങ്കിൽ പോലും നമുക്ക് എത്ര മാസം മുന്നിൽ സമയമുണ്ട്? 6 മാസം സമയമുണ്ടല്ലേ. ജനുവരി ആയിട്ടേ ഉള്ളൂ. ജൂലൈക്കും സെപ്റ്റംബറിനും ഇടയ്ക്കാണ് നടക്കുന്നത്. ജൂലൈ ആണെന്നുണ്ടെങ്കിൽ 6 മാസത്തോളം സമയമുണ്ട്. ഇനി നോക്കിക്കേ, നിങ്ങളുടെ പരീക്ഷ അവസാന ഘട്ടമാണ് എന്ന് വിചാരിച്ചോ. സെപ്റ്റംബർ മാസത്തിലാണ് നിങ്ങൾക്ക് ഡേറ്റ് കിട്ടിയത്, നിങ്ങൾ എക്സാം എഴുതുന്നത് എന്ന് കരുതുക. പിന്നീട് മെയിൻസ് പരീക്ഷയ്ക്ക് എത്ര സമയമുണ്ട്? മെയിൻസ് നടക്കാനായിട്ട് പോകുന്നത് ഒക്ടോബർ ഡിസംബർ മാസത്തിലാണ് എന്നാണ് PSC പറഞ്ഞിട്ടുള്ളത്. സെപ്റ്റംബറിൽ പരീക്ഷ കഴിഞ്ഞാൽ തൊട്ടു പിറ്റേ മാസം ഒക്ടോബറാണ്. പിന്നെ മെയിൻസ് സെപ്പറേറ്റ് പഠിക്കാനായിട്ടുള്ളൊരു സമയമില്ല. അപ്പോൾ ഇതാണ് പ്രശ്നം. നിങ്ങൾ പ്രിലിംസിൻ്റെ സിലബസിലാണ് ഇപ്പോൾ പരീക്ഷ പഠിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പ്രിലിംസ് ക്ലിയറായിട്ട് പക്കയായിട്ട് നിങ്ങൾക്ക് ആ സിലബസ് പഠിച്ച് തീർക്കാൻ കഴിയും. 6 മാസമൊന്നും വേണ്ട. നിങ്ങളൊരു ദിവസം ഒരു 6 മണിക്കൂർ വെച്ചിരിക്കുകയാണെങ്കിൽ ഒരു 3 മാസത്തിൽ നിങ്ങൾക്ക് പ്രിലിംസിൻ്റെ സിലബസ് ക്ലിയർ ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ ഈ പ്രിലിംസൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾ മെയിൻസിലേക്ക് പിന്നെ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മെയിൻസിൻ്റെ സിലബസ്, നിങ്ങൾ പ്രത്യേകിച്ചൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ മെയിൻസിൻ്റെ സിലബസ് എടുക്കുമ്പോൾ എന്തൊക്കെ പഠിക്കാനുണ്ട് അതിൽ എക്സ്ട്രാ? മലയാളം വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്, സുപ്രധാന നിയമങ്ങൾ, കമ്പ്യൂട്ടർ, ഇങ്ങനെ എക്സ്ട്രാ ഒത്തിരി പോർഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇതൊന്നും നിങ്ങൾ പ്രിലിംസിൽ കണ്ടതല്ല. പ്രിലിംസിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ വേൾഡ് ഹിസ്റ്ററിയോ വേൾഡ് ജോഗ്രഫിയോ ഒന്നും നമുക്ക് പ്രിലിംസിൻ്റെ സിലബസിനകത്ത് വരുന്നില്ല. അപ്പോൾ എക്സ്ട്രാ ഒരുപാട് കാര്യങ്ങൾ മെയിൻസിൻ്റെ സിലബസിൽ വരും. അപ്പോൾ നമുക്കത് കവർ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഏത് സിലബസിലാണ് പഠിക്കേണ്ടത്? നിങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്ക് നിങ്ങൾ തിരുത്തുക. നിങ്ങൾ എന്ത് ചെയ്യണം? മെയിൻസിൻ്റെ സിലബസ്, 10th മെയിൻസ് അല്ലെങ്കിൽ LDC മെയിൻസിൻ്റെ ഈ പരീക്ഷകളുടെയൊക്കെ മെയിൻസ് പരീക്ഷയുടെ സിലബസിൽ നിങ്ങളുടെ പഠനം ആരംഭിക്കണം. അപ്പോൾ ഈ ഒരു സിലബസിൽ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്താണ്? പ്രിലിംസും നിങ്ങൾക്ക് സിലബസ് കവറായിട്ട് പോകും, മെയിൻസും അതുപോലെ നിങ്ങൾക്ക് ഡെയിലി കവർ ചെയ്യും. ഇപ്പോഴാകുമ്പോൾ ഒത്തിരി സമയമുണ്ട്. ഒക്ടോബർ ഡിസംബറിലാണ് നിങ്ങൾക്ക് എന്ത് പറഞ്ഞിരിക്കുന്നത്? മെയിൻസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷം നിങ്ങളുടെ മുന്നിൽ കിടക്കുകയാണ്. ഈ വർഷം അവസാനമേ പരീക്ഷയുള്ളൂ. കുറേശ്ശെയായിട്ട് ഒരു ദിവസം ഇംഗ്ലീഷും മലയാളവും ഒക്കെ പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കമ്പനി ബോർഡ് LGSൻ്റെ മെയിൻസിന് ഇതൊന്നും വേണ്ട. പക്ഷേ നിങ്ങൾ ഈ സിലബസിൽ തന്നെ പഠിക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും അഡ്വാൻറ്റേജ് ആണ്. നിങ്ങൾക്ക് ഒരുപോലെ പ്രിലിംസും മെയിൻസും എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ച് പോകാനായിട്ട് കഴിയും. ഈ ഒരു സിലബസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. LDC മെയിൻസിൻ്റെ സിലബസാണ്. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഹിസ്റ്ററി 5 മാർക്ക്, ജോഗ്രഫി ഭൂമിശാസ്ത്രം 5 മാർക്ക്, ധനതത്വശാസ്ത്രം അല്ലെങ്കിൽ എക്കണോമിക്സ് 5 മാർക്ക്, ഭരണഘടന 5 മാർക്ക്, കേരളം ഭരണ സംവിധാനം 5 മാർക്ക്, ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം, ബയോളജി 6 മാർക്കാണ് വരുന്നത്. അപ്പോൾ ബയോളജിയൊക്കെ നിങ്ങൾ SCERTയും കൂടെ കണ്ടൻറ്റുകൾ അടക്കമാണ് പഠിക്കേണ്ടത്. നിങ്ങൾ വെറുതെ സിലബസ് പഠിച്ചു പോകുന്നതിനോടൊപ്പം എന്ത് ചെയ്യണം? നിങ്ങൾ SCERT കണ്ടൻറ്റുകളും കൂടെ പഠിച്ചു പോകണം. സയൻസ് ടോപ്പിക്കുകൾക്ക് 10th ലെവൽ പരീക്ഷയിൽ വളരെ ഇമ്പോർട്ടൻസ് ആണുള്ളത്. അതുപോലെ ഫിസിക്സ് ആണെങ്കിൽ 3 മാർക്ക്, കെമിസ്ട്രി 3 മാർക്ക്, കലാ കായികം സാഹിത്യ സംസ്കാരം അതുപോലെ 5 മാർക്കാണ്, കമ്പ്യൂട്ടർ 3 മാർക്ക്, സുപ്രധാന നിയമങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം 5 മാർക്ക്. പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയാണ്. കറണ്ട് അഫേഴ്സ് എന്ന് പറയുമ്പോൾ 20 മാർക്കാണ്. ആനുകാലിക വിഷയങ്ങൾക്ക് മാത്സ് 10 മാർക്ക്, ജനറൽ ഇംഗ്ലീഷ് 10 മാർക്ക്, അതുപോലെ മലയാള ഭാഷയാണെങ്കിൽ 10 മാർക്ക്. ഇങ്ങനെയാണ് മാർക്ക് വരുന്നത്.
അപ്പോൾ കണ്ടല്ലോ, നിങ്ങൾക്ക് പ്രിലിംസും മെയിൻസും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാകും നിങ്ങൾക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഈ ഇംഗ്ലീഷും മലയാളവും ഒന്നും പ്രിലിംസിൻ്റെ സിലബസിനകത്തില്ല. നമുക്ക് വേറെ ഡിഗ്രി ലെവലിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രിലിംസിൻ്റെ സിലബസ് വേണമെങ്കിൽ ആദ്യം പഠിച്ച് തീർക്കാം. അപ്പോൾ മെയിൻസ് ഏകദേശം കവറായിട്ട് പോകുന്നതാണ്. പക്ഷേ 10th ലെവൽ പരീക്ഷയിൽ നിങ്ങൾ പ്രിലിംസ് വെച്ച് പഠിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മെയിൻസ് പഠിക്കാനായിട്ടുള്ള സമയം കിട്ടത്തില്ല. അതുകൊണ്ട് എത്രയും വേഗം ഈ ഒരു സിലബസിൽ നിങ്ങളുടെ പഠനം ഡെയിലി ആരംഭിച്ചുകൊള്ളുക. ഡെയിലി SCERT ചാപ്റ്റേഴ്സ് വായിക്കണം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യണം, ഇംഗ്ലീഷ് മലയാളം മാത്സ് പഠിക്കണം, കറണ്ട് അഫേഴ്സ് എഴുതി പഠിക്കുക. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് 100 ദിവസം സമഗ്രമായിട്ട് സിലബസ് അധിഷ്ഠിതമായിട്ട് നമ്മുടെ യൂട്യൂബ് ക്ലാസ് വഴി ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. ടെലിഗ്രാം ചാനലിൽ ഡെയിലി എക്സാമും നൽകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഫസ്റ്റ് കമൻറ്റിൽ കാണും, അതിലും കയറി ജോയിൻ ചെയ്തോളുക. 100 ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ഈ പരീക്ഷകളിലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യ റാങ്കുകളിൽ തന്നെ എത്താനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യ റാങ്ക് ലക്ഷ്യം വെച്ച് തന്നെ പഠിച്ചുകൊള്ളുക. ആദ്യത്തെ 10 റാങ്കിൽ ഞാൻ വരും എന്നുള്ള മനോധൈര്യത്തിൽ പഠിക്കുകയാണെങ്കിൽ 2026 ഉറപ്പായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്വപ്ന ജോലി നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് കഴിയും. താങ്ക് യു.